ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നൊരു ഫേഷ്യലിൻ്റെ വീഡിയോ ഉണ്ടോ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. പുറത്ത് പോയി പൈസ കൊടുത്ത് ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് നമ്മളെ വീട്ടിൽ കുറച്ചധികം പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. വീട്ടിലുള്ള കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന സാധനമാണ് തൈര് നമ്മളെല്ലാവരും വീട്ടിലും കാണുമല്ലോ. അപ്പോൾ കറി വെക്കാനായിട്ട് എടുത്തു വെച്ചേക്കുന്ന തൈരിൽ നിന്ന് കുറച്ച് അടിച്ചു മാറ്റി നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട, വേഗം സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. അതിനായിട്ട് 1 സ്പൂണോളം തൈര് എടുക്കുന്നുണ്ട്. തൈരിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. പ്രോട്ടീൻ ഉണ്ട്, കാൽസ്യം, ലാക്റ്റിക് ആസിഡ്, സിങ്ക്, വിറ്റാമിൻ B2, B5, B12 ഒക്കെ ഉണ്ട്. ഓൾസോ ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് നമ്മളെ ഫേസിൽ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ പ്രിമച്ചർ ഏജിന് അടിപൊളിയായിട്ടുള്ള സാധനമാണ് ഈ ഒരു തൈര് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൺ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ പൊരുതി നമ്മളെ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷൻ തരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഫേസിലെ ആക്നെ മാർക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓപ്പൺ പോർട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ തൈര് എവരിഡേ നമ്മളെ ഫേസിൽ ഒരു ക്ലെൻസിങ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അങ്ങനെ തൈര് നമ്മളെ ഫേസിലും നെക്കിലും ഒരേ രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വരെയെങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു ഡൾനെസ് ഒക്കെ മാറി ഇത്തിരി കൂടെ ഫ്രഷ് ലുക്ക് എനിക്ക് കിട്ടിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പാണ് എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനായിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള സാധനം തൈര് 1 സ്പൂണോളം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 സ്പൂണോളം കാപ്പിപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഓരോ ഗുണങ്ങളെ പറ്റി നോക്കാം. തൈരിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി നമുക്ക് അരിപ്പൊടി പറ്റി പറയാം. അരിപ്പൊടി നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്റർ ഏജൻ്റാണ്. നമ്മളെ സ്കിന്നിനകത്ത് സൺബേൺസ് ഉണ്ടെങ്കിൽ അതിന് നന്നായിട്ട് സൂത്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സൺ ടാനിൽ നിന്നും നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ വളരെ നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ്. ഇത് നമുക്ക് പലതരത്തിലുള്ള ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അധികം തരിയില്ലാത്ത അരിപ്പൊടി വേണം നമ്മൾ എടുക്കാനായിട്ട്. ഈ അപ്പത്തിന് എടുക്കുന്ന അരിപ്പൊടി വേണം നമ്മൾ എടുക്കാൻ, അല്ലാതെ പുട്ടിന് എടുക്കുന്ന അരിപ്പൊടി എടുക്കരുത് കേട്ടോ. അത് ഒരുപാട് തരി കൂടുതലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് സ്കിൻ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇനി നമുക്ക് കോഫി പൗഡറിനെ പറ്റി നോക്കാം. കോഫി പൗഡറിനകത്ത് ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഫേസിന് നന്നായിട്ട് സ്മൂത്തൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഇതുവഴി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫിനിഷ് കിട്ടുകയും ചെയ്യും. അരിപ്പൊടിയും കോഫി പൗഡറും മെയിനായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനാണ് എടുക്കുന്നത്. മൈൽഡായിട്ട് വേണം എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ. ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നല്ലോണം ഗ്ലോയിങ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ള സ്ഥലത്ത് വേണം നമ്മൾ മെയിനായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട്. ഒരു 3 to 4 മിനിറ്റ്സ് വരെയെങ്കിലും നന്നായിട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. അങ്ങനെ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു വ്യത്യാസമൊക്കെ കാണാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. സോ നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫേസ് പാക്ക് എന്നുള്ളത്. അതിനായിട്ട് മെയിനായിട്ടുള്ള സാധനം തൈര് 1 സ്പൂണോളം എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂണോളം കടലമാവ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 സ്പൂണോളം തേൻ ചേർക്കുന്നുണ്ട്. തേൻ അലർജി ആയിട്ടുള്ള ആൾക്കാർ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് 4ഉം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും. കടലമാവ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. മുഖക്കുരു വരാതിരിക്കുവാനും സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിൽനെസ്സിനെ കുറയ്ക്കുവാനും ഹെൽപ്പ് ചെയ്യും. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റൻ ചെയ്യാൻ ഈ ഒരു കടലമാവ് ഫേസ് പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡെഡ് സെൽസ് എന്തെങ്കിലും നമ്മുടെ സ്കിന്നിലുണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ കാണിച്ച 2 സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഈ കാണിക്കുന്ന ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ മഞ്ഞളിനകത്ത് ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓവറോൾ മഞ്ഞൾപ്പൊടി നമ്മുടെ സ്കിന്നിനും ബോഡിക്കും ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ തേൻ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഹൈഡ്രേഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ടൈറ്റൻ ചെയ്യാനും സൺ ബേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനും മുഖക്കുരു വരാതിരിക്കാനും ഈ ഒരു ഹണി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഫേസിലും നെക്കിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ്സ് വരെ നമുക്ക്
വെക്കാവുന്നതാണ്. അതൊന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കാം. ഒരുപാട് ഡ്രൈ ആകാനായിട്ട് പാടില്ല. ഒരു സെമി ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. സോ ഞാൻ അങ്ങനെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ സ്കിന്നിനകത്ത് നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഡൾനെസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടാനൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആയിട്ടുണ്ട്. സോ നമുക്ക് ലാസ്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ ഇല്ലാന്നുണ്ടെങ്കിൽ സിറോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ആ ഒരു മോയ്സ്ചറൈസറിനൊക്കെ നന്നായിട്ട് ലോക്ക് ചെയ്ത് വെക്കാനാണ് നമ്മൾ ലാസ്റ്റായിട്ട് മോയ്സ്ചറൈസിങ് ക്രീം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നന്നായിട്ട് സ്കിന്നിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഫേഷ്യലാണ്. ഇതിന് ബഡ്ജറ്റും കാര്യങ്ങളൊന്നും തന്നെ വേണ്ടി വരുന്നില്ല. നമ്മളെ വീട്ടിലെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു ഫേഷ്യലിന് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫേഷ്യൽ ഒരു 2-3 ദിവസം മുന്നേ ട്രൈ ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ സ്കിന്നിൽ കാണാനായിട്ട് പറ്റത്തുള്ളൂ. തൈര് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേഷ്യലാണ് നമ്മളിപ്പം കണ്ടത്. വെറും 3 സ്റ്റെപ്പ് മാത്രമേ വരുന്നുള്ളൂ. വളരെ ഈസി ആയിട്ടും എഫക്റ്റീവായിട്ടും നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേഷ്യലാണ്. മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കാണാൻ പറ്റും. സോ ഇനി മറ്റൊരു വീഡിയോ കാണാം. ബൈ.